ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം നമ്മൾ ഇന്ന് ഒരു വ്ളോഗാണ് കാണാൻ വേണ്ടി പോകുന്നത്. വൈകുന്നേരത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബാംഗ്ലൂരിൽ ഇപ്പോഴത്തെ റെൻറ്റിനെ പറ്റിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇവിടുത്തെ റെൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണ്, വീട് എങ്ങനെ ഉണ്ടാവും, ഒരു മിനിമം ഒരു എമൗണ്ട് കൊടുത്താൽ നമ്മുടെ വീടിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, പിന്നെ ഞാൻ ഈ വീട് കണ്ടുപിടിച്ചതിൻ്റെ സ്റ്റോറി, ഇതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വ്ളോഗായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരം ആയപ്പോഴാണ് ഞാനിപ്പം നമ്മുടെ ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടി തുടങ്ങുന്നത്. രാത്രിക്കത്തേക്കുള്ള ഡിന്നറിൻ്റെ പ്രിപ്പറേഷനാണ് ഇപ്പം നടക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ വീട്ടിലെ അവസ്ഥ പറയുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പെൻഡിങ് ആണ് വാങ്ങിക്കാനായിട്ട്. അരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നമ്മളിവിടെ ഇങ്ങോട്ട് ഈ മാറുന്ന തിരക്കും, പിന്നെ ഉടനെ തന്നെ നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമുക്ക് ഓഫീസ്, അങ്ങനെയൊക്കെ കുറേ തിരക്കുകൾ കാരണം നമുക്ക് വെളിയിൽ പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊന്നും മേടിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അരിയാണ് എനിക്ക് എപ്പോഴും പ്രശ്നം കേട്ടോ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിലുള്ള ആ ഒരു, ഞങ്ങൾ റെഡ് റൈസാണ് ചെറുപ്പം തൊട്ടേ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഈ വൈറ്റ് റൈസൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ഒരു സുഖം കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും റെഡ് റൈസ് പിന്നെ കുറച്ച് വൈറ്റ് റൈസും വാങ്ങിച്ചു വെച്ചിട്ട് ഒന്നൊരാടൻ അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ അങ്ങനെ വ്യത്യസ്തമായിട്ടും മാറ്റി മാറ്റി വെക്കുകയാണ് പതിവ് കേട്ടോ. ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് കറക്റ്റ് നമുക്കൊരു മലയാളി കട കണ്ടുപിടിച്ച് നമുക്ക് നല്ല ഒരു അരി കിട്ടണം എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ മേടിച്ച അരി ഉണ്ടല്ലോ, അത് 2 കിലോയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം നോക്കാം, എന്നിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ കല്ല് പോലെ ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല വെന്തായിരിക്കും നമ്മൾ കുക്കറിൽ നിന്ന് എടുക്കുക, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതൊരു കല്ല് പോലെ ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ അരി സെറ്റാവില്ല, ഇനി വേറൊരു അരി നമുക്ക് വാങ്ങിക്കണം. എന്തായാലും ഈ ഒരു ശനിയാഴ്ച അല്ലാണ്ട് ഇനി പുറത്ത് പോകലും പരിപാടിയൊന്നും നടക്കില്ല കേട്ടോ. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ 2 പേരും റൂമിൽ കയറിയിട്ട് അവർ ടോയ്സൊക്കെ എടുത്ത് കളിക്കും കേട്ടോ. എന്നിട്ടെല്ലാം അവിടെ ഇവിടെ കിടക്കും. പിന്നെ അതൊന്നും എടുത്ത് വെക്കുന്നത് എനിക്കൊരു പണിയാണ്. ഞാനിപ്പോൾ മാക്സിമം അവരെ കൊണ്ട് പിറക്കി ഇടിക്കാറുണ്ട്, എങ്കിലും അവർ കറക്റ്റായിട്ടൊന്നും എടുത്ത് വെക്കില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ എങ്ങനെ കിടക്കും. എന്നാലും കുഴപ്പമില്ല, ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇത് ചെയ്യിപ്പിക്കണം. ഇതെടുത്ത് വെക്കാനൊക്കെ ഉള്ള ഒരു പെർഫെക്റ്റ് ആയില്ലെങ്കിലും കുറച്ചെങ്കിലും എടുത്ത് വെച്ചാലും മതിയല്ലോ എന്ന് ഞാൻ വിചാരിക്കും. കുറേ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിവിടെ നമ്മൾ റെൻറ്റ് ഹൗസ് കണ്ടുപിടിക്കുന്നതിൻ്റെ അവസ്ഥ പറയാം. ബാംഗ്ലൂരിൽ ഇപ്പോൾ നിങ്ങൾക്ക് തൊട്ടാ പൊള്ളുന്ന വാടക നമ്മൾ കൊടുത്താലേ മിനിമം ഒരു 1 BHK വീടെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. എല്ലാ സ്ഥലത്തും ഒരുപോലെ റെൻറ്റ് കൂട്ടിയിട്ടുണ്ട്. ഒരു 1 BHKയുടെ മിനിമം പ്രൈസ് എന്ന് പറയുന്നത് 15 to 20K ആണ് പറയുന്നത്. പക്ഷേ ഈ വീടുകളുടെയൊക്കെ അവസ്ഥയുണ്ടല്ലോ, നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഇത്രത്തോളം വേസ്റ്റ് ആയിട്ടുള്ള ഒരു പഴയ, അല്ലെങ്കിൽ ഒരുപാട് അഴുക്കൊക്കെ പിടിച്ച ഒരു വീട്ടിൽ നിൽക്കണമെന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനെയാണ് ഇവിടുത്തെ റെൻറ്റിൻ്റെ അവസ്ഥ എന്നിപ്പോൾ പറയുന്നത്. മിനിമം ഒരു 1 BHK ഞാൻ പറഞ്ഞല്ലോ 15 to 20K ആണെന്ന്. ഇത് 25 എബോവ് ആണ് ഒരു 2 BHK ഹൗസിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു കാർ പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് കിട്ടണം എന്നുണ്ടെങ്കിൽ 30+ നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്കൊരു കാർ പാർക്കിംഗ് കൂടെ ചെയ്യാനുള്ള ഒരു സ്ഥലം കിട്ടുള്ളൂ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാറായിരുന്നു. പാർക്കിംഗ് സ്പേസ് ഉള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റെൻ്റ് എന്ന് പറയുമ്പോൾ 30 എബോവ് പോകുന്നുണ്ട്. പക്ഷേ അത്രത്തോളം റെൻറ്റ് കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. അത്രയും റെൻറ്റ് കൊടുത്തിട്ട് നമ്മളിവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ വന്നിട്ട് അത്രത്തോളം റെൻറ്റ് കൊടുക്കുന്നത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് അതൊരു വർത്തായിട്ട് തോന്നുന്നില്ലായിരുന്നു. സ്വന്തമായിട്ട് നമുക്കെന്നാൽ വീട് വാങ്ങിച്ചൂടെ എന്ന് ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും പല ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുമുണ്ട്. സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കുക എന്നുള്ള കൺസെപ്റ്റ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും കൺസെപ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. വീട് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം,
പക്ഷേ ഒരു 60-65 വയസ്സ് വരെ നമ്മളിതിങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ പലിശ എല്ലാം കൂടെ ചേരുമ്പോൾ നമ്മൾ വാങ്ങിച്ചതിനും ഡബിൾ ഇരട്ടി പൈസ നമ്മൾ അടയ്ക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ഡിസിഷൻ ഇതുവരെ ആയിട്ടില്ല, ഇവിടെയാണോ നിൽക്കേണ്ടത് നാട്ടിലാണോ നിൽക്കേണ്ടതെന്ന്. ഞങ്ങളുടെ 2 പേരുടെ പേരൻസും നാട്ടിലാണ്. അവർക്കാണെങ്കിൽ ഇങ്ങോട്ട് വരാനൊട്ട് താല്പര്യവും. പിന്നെ ചില ഉത്തരവാദിത്തങ്ങളും കടമകളും ബാധ്യതകളും കൊണ്ട് 2 പേരൻസിനും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. നമുക്ക് നമ്മുടെ പേരൻസിനെ നോക്കിയേ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരുമാനമൊന്നും ആയിട്ടില്ല. വാങ്ങിക്കാനായിട്ട് ഒരുപാട് ഉദ്ദേശങ്ങളും കാര്യങ്ങളും പ്ലാനുകളും നമ്മൾ സ്ഥലവും വീടും ഒക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളുടെ ബഡ്ജറ്റിനൊത്ത് ആ സമയമാകുമ്പോൾ അതങ്ങ് നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സമയത്ത് ഞങ്ങൾ ഇതുപോലെ വീടൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് ഞങ്ങൾ തേടി നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമ്മളുടെ ഒത്തിരി കഷ്ടപ്പെട്ട പൈസയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്കൊരു പ്രശ്നവും വരാൻ പാടില്ലല്ലോ. അങ്ങനെ കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പിന്നെ സ്ഥലങ്ങൾ നമ്മളുടെ നാട്ടിലുള്ള പോലെയല്ല, ഇവിടെ വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കണം, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് വാങ്ങിക്കണം എന്നുള്ളൊരു വാങ്ങിക്കണോ വേണ്ടിയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനും പേടിയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ സ്ഥലമായിട്ട് വാങ്ങിക്കണോ ഫ്ലാറ്റായിട്ട് വാങ്ങിക്കണോ ഈ വക കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അതിനൊരു സമയം ആകുമ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ തേടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഉടനടി പോയി ഞങ്ങൾ എടുത്തു ചാടാനുള്ള സാമ്പത്തിക സ്ഥിതിയും നമുക്കില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ റെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഇവിടുത്തെ റെൻറ്റിൻ്റെ അവസ്ഥ. ദൈവം സഹായിച്ച് ഞാൻ ആദ്യം ഇവിടെ വന്ന് കണ്ട വീടാണ് നമ്മളിപ്പോൾ താമസിച്ചിരിക്കുന്നത്. നമ്മൾ എടുത്ത വീട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റെൻറ്റിന് നല്ലൊരു വീടാണ് കിട്ടിയത് കേട്ടോ. എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉള്ള വീട് എന്തോ ഒരു ലക്കിൽ കിട്ടിയതാണ്. അതും ഒരു പുതിയ ബിൽഡിങ്ങാണ് നമുക്ക് കിട്ടിയതും. പണികളൊക്കെ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം സ്കൂളിൻ്റെ അടുത്തും ഒക്കെ ഒത്തു കിട്ടിയ പോലെയാണ്. അതിനുശേഷം ഈ വീട് കണ്ടതിന് ശേഷം വീണ്ടും ഒരുപാട് വീടുകൾ നമ്മൾ കണ്ടു. ഞാൻ തന്നെയാണ് പോയി കണ്ടുകൊണ്ടിരുന്നത്. ഒരു വീടുകളും നമുക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലല്ല. നമ്മൾ ബാംഗ്ലൂരിൽ വീട് നോക്കുമ്പം 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളുടെ എക്സ്പെൻസ് ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പൊക്കോണ്ടിരിക്കാനല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്. മാക്സിമം നമുക്ക് എക്സ്പെൻസുകൾ കുറയ്ക്കാനല്ലേ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ അടുത്തായിരിക്കണം, ഓഫീസിൽ നിന്നും ഒരുപാട് ദൂരം ഉണ്ടാകാൻ പാടില്ല, അത്യാവശ്യം നല്ലൊരു ഏരിയ ആയിരിക്കണം, അഫോർഡബിൾ പ്രൈസ് ആയിരിക്കണം, പാർക്കിംഗ് സ്പേസ്, ഇങ്ങനെ ഒരുപാട് കൺസിഡറേഷൻസ് നമ്മൾ കൊടുത്താലാണ് നമുക്കൊരു വീട് സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് ഒരു വീട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ലൊരു ഏരിയ കിട്ടുക എന്നുള്ളതും സ്കൂളിനടുത്ത് കിട്ടുക എന്നുള്ളതുമായിരുന്നു ഞങ്ങളുടെ മെയിനായിട്ടുള്ള കൺസിഡറേഷൻ. സ്കൂളിൻ്റെ തൊട്ടടുത്ത് കിട്ടിയ ഒരുപാട് വീടുകളുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ റേറ്റ് ഞെട്ടിപ്പോകും കേട്ടാ. 35, 32 ഒക്കെയാണ് പറയുന്നത്. അതും ആ വീട് വളരെ ചെറിയ വീട്, അതിനുള്ള വർത്തില്ല എന്നുള്ളതാണ്. 32,000 കൊടുത്ത് നമ്മളൊരു കോഴിക്കോട് പോലുള്ളൊരു വീട്ടിൽ കിടക്കുന്ന അവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അത്രയും പൈസയും കൊടുക്കണം, സൗകര്യങ്ങളും ഇല്ല. അങ്ങനെ 100,000 കണക്ക് കാൽക്കുലേഷനൊക്കെ ചെയ്യുന്നതിന് ശേഷം അവസാനം ഞാൻ നോക്കുമ്പോൾ ഈ ഒരു വീട് കുഴപ്പമില്ലാത്ത റേറ്റ് ഉണ്ട്, കുഴപ്പമില്ല, അഫോർഡബിളും ആണ്, എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീട് ചൂസ് ചെയ്തത്. അതാണ് ഈ വീട് കണ്ടുപിടിച്ചതിൻ്റെ സ്റ്റോറി. ഇപ്പോൾ ബാംഗ്ലൂർ ആരെങ്കിലും നിങ്ങൾ വരാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്, താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക. എക്സ്പെൻസ്, സ്കൂൾ ഫീസ്, അതേപോലെ തന്നെ റെൻറ്റ്, ഇത് 3ഉം ഭയങ്കരമാണ്. ഇത് 3ഉം കൊടുക്കാൻ തന്നെ നമ്മുടെ കയ്യിൽ മിനിമം ഒരു 30,000 കൊടുത്താലും 30,000 സ്കൂൾ ഫീസ് ഒരു EMI ആയിട്ട് ഇപ്പോൾ ഒരു മന്ത്ലി അല്ലെങ്കിൽ 3 months once എന്നൊക്കെ പറയുന്ന പോലെ കൊടുക്കണമെങ്കിൽ പോലും ഒരു 30, ഒരു 60, 2 കുട്ടികളുണ്ടെങ്കിൽ അത് 90 രൂപയാകും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എക്സ്പെൻസ് കാണും ഒരു 10-40 രൂപ, അത് അങ്ങനെ എല്ലാം കൂടെ ഒരു വലിയ തുക വരും കേട്ടോ. അപ്പം അതനുസരിച്ചുള്ളൊരു സാലറി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ബാംഗ്ലൂർ വന്ന് താമസിക്കാൻ വേണ്ടി പറ്റുക. ഇതിലും കുറഞ്ഞ രീതിയിൽ താമസിക്കുന്നവരുണ്ടോയെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം ഞാനിത് പറയാൻ കാരണം ഞങ്ങളുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും, ഇപ്പം ഞങ്ങൾ 10-11 വർഷമായി ഇവിടെ, അതിൻ്റെ എക്സ്പീരിയൻസ്, നമ്മുടെ ഫ്രണ്ട്സ് മുഖാന്തരം അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ്,
പിന്നെ പരിചയക്കാരുള്ള എക്സ്പീരിയൻസ് ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇവിടുത്തെ ഒരു കാര്യം പറയുന്നത് കേട്ടോ. എക്സ്പെൻസ് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ പണികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാനൊരു കോഫി ചൂടോടെ ഇട്ടിട്ടുണ്ട്. നമുക്കിതും കുടിച്ചിട്ട് ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാം. ഹസ്ബൻഡ് വരാനുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കോഫി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അഡിക്ഷൻ പോലെയാണ് കേട്ടോ. കോഫി കുടിക്കുമ്പോൾ എന്തോ മൈൻഡിനൊരു നല്ലൊരു റിലാക്സേഷൻ കിട്ടാറുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.